വെൽക്കം ടു ആൻഡ്രിയാസ് ഇൻഫോ ഹബ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിലാണ്. ഇവിടെ നടക്കുന്ന എന്റെ കേരളം വിപണന മേള കാണുവാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ചെന്നപ്പോ തന്നെ കണ്ടത് പാടവും പാലവും മലകളും ഒക്കെ ആയിരുന്നു. പാലം കടന്നപ്പോഴാണ് ക്ലേ വെച്ച് പോട്ട് ഉണ്ടാക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാനും ഒരെണ്ണം ഉണ്ടാക്കാമെന്ന്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പോട്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പോട്ട് അവിടെ വെച്ചു. നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളുടെയും മിനിയേച്ചർ രൂപവും അവിടെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് മൈക്രോസ്കോപ്പിലൂടെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും മുടിയുടെ വലിപ്പ വ്യത്യാസം കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ക്യാപ്പൊക്കെ കിട്ടി. സേ നോട്ട് ടു ഡ്രഗ്സ് എന്നായിരുന്നു അതിലെഴുതിയത്. ആദുട്ടനും കിട്ടിയിട്ട് ഒരു ക്യാപ്പ്. പിന്നെ എനിക്ക് റോപ്പിലൂടെ നടക്കാൻ അവസരം കിട്ടി. ഒത്തിരി പുതിയ അനുഭവങ്ങൾ ഇവിടെ നിന്നും കിട്ടിട്ടോ. വാക്ക് കഴിഞ്ഞപ്പോ എനിക്ക് അവര് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബായും പറഞ്ഞുകൊണ്ട് പോന്നു. പിന്നെ ഞങ്ങള് ഗെയിമിംഗ് സെക്ഷനിലേക്കാണ് പോയത്. ആദുട്ടൻ കളി ജയിച്ചുകൊണ്ട് ആദുട്ടൻ ഒരു മിഠായൊക്കെ കിട്ടി. പിന്നെ ഞാനും ഡാറ്റ് ഗെയിം കളിച്ചു. അങ്ങനെ എനിക്കും കിട്ടിട്ടോ ഒരു മിഠായി. പിന്നെ ഞാൻ ഫുട്ബോളും കളിച്ചു. ആദൂട്ടനെ കണ്ടപ്പോൾ ആദൂട്ടനും എനിക്കൊരു ബലൂൺ തന്നിട്ടോ. പിന്നെ ഞാൻ ആർച്ചറി ഗെയിം കളിച്ചു.
ഇത് മൈൻഡ് ഗെയിം ആണ് കേട്ടോ, കോൺസെൻട്രേഷൻ ഒക്കെ കൂടാനായിട്ട്. നിങ്ങൾക്ക് കളിക്കാനുള്ള പാർക്ക് വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആദൂട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ മജീഷ്യനെയും കണ്ടു, 2-3 മാജിക്കും കണ്ടു. ഇതുവരെ മാജിക്കൊക്കെ TV-യിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടായി. പിന്നെ അവിടെ റോബോട്ടിനെ കണ്ടു. ആ റോബോട്ടിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നതാണ് പറയുന്നത്. കുസാറ്റ് നിർമ്മിച്ച 2-3 വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണത്തിൽ ഞാൻ കയറിയിരുന്നു നോക്കി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതിനെ കുറിച്ച് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ വിവരണവും അവിടെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു. ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഉൽപ്പന്നങ്ങളും കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പോപ്കോണും കൂടെ വാങ്ങിച്ചു കഴിച്ചു. എക്സിബിഷന്റെ ലാസ്റ്റ്
ഫുഡ് ഫെസ്റ്റ് കണ്ടു. അങ്ങനെ ഇന്നത്തെ ഡേ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.